Good morning everyone. Welcome back to your online class on customs duty and overview. So നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിൽ നിങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്താണെന്ന് പഠിച്ചു. കസ്റ്റംസ് ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോ, അതായത് കസ്റ്റംസ് ലോസ് ഏതൊക്കെയാണെന്ന് കണ്ടു. സോ ഈ ക്ലാസ്സിൽ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അതുപോലെ തന്നെ കസ്റ്റംസ് ആക്റ്റിൽ വരുന്ന കുറച്ച് ടേംസിൻ്റെ ഡെഫിനിഷൻസുമാണ് പഠിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ മൊഡ്യൂൾ 2 കസ്റ്റംസ് ഡ്യൂട്ടി, അതിൻ്റെ കണ്ടിന്യൂവേഷൻ. ഫസ്റ്റ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് നോക്കാൻ പോകുന്നത്. സോ മെറിറ്റ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ മെറിറ്റ്സ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും നിങ്ങൾ താഴെ പറയാൻ പോകുന്ന പോയിൻറ്റ്സ് വേണം എഴുതാൻ. ഫസ്റ്റ് വൺ, റിസീവിങ് ദ റവന്യൂ. സോ നമുക്കറിയാം കസ്റ്റംസ് ഡ്യൂട്ടി ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റവന്യൂ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സോ റവന്യൂ കിട്ടാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? കസ്റ്റംസ് ഡ്യൂട്ടി ഹെൽപ്പ് ചെയ്യുന്നു. സോ അതതിൻ്റെ ഒരു മെറിറ്റാണ്. ദെൻ പ്രൊട്ടക്ഷൻ ടു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. ഇപ്പം കസ്റ്റംസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും വരുന്ന ഒരു ടാക്സ് ആണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏതാണ് നല്ലത്? ഇമ്പോർട്ട് ചെയ്യുന്നതാണോ എക്സ്പോർട്ട് ചെയ്യുന്നതാണോ നല്ലത്? ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് എക്സ്പോർട്ട് കൂടുന്നതാണ് ആ രാജ്യത്തിന് നല്ലത്. അപ്പോൾ എക്സ്പോർട്ട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? രാജ്യത്തിലേക്ക് ഫോറിൻ ഇൻകം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. സോ നമുക്ക് എപ്പോഴും എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. മാത്രമല്ല ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ദോഷങ്ങൾ വരും? കയ്യിലുള്ള കാശ് പോകുന്ന മാത്രമല്ല, ഫോറിൻ കൺട്രീസിലെ ഫോറിൻ ഗുഡ്സ് നമ്മുടെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി, സ്പെഷ്യലി ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതുപോലെയുള്ള സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഇൻഡസ്ട്രിക്കൊക്കെ അതൊരു വലിയ കോമ്പറ്റീഷൻ ആയിരിക്കും. അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാതെ വരും. സോ അവർ പിന്നെ അത് ക്ലോസ് ചെയ്തിട്ട് പോകേണ്ടി വരും. സോ അങ്ങനെയുള്ള നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റംസ് ഡ്യൂട്ടി എന്ത് ചെയ്യും? ഇമ്പോർട്ടിനെല്ലാം ഹെവി ഡ്യൂട്ടി കൊടുക്കും. ഇപ്പം രാജ്യത്തിലേക്ക് ഗുഡ്സ് കൊണ്ടുവരുമ്പം അത് കോസ്റ്റ്ലിയർ ആവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഫോറിൻ കൺട്രീസ് ആരും ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയിലുള്ളവർക്കെല്ലാം ഇവിടെ മാർക്കറ്റിൽ തുടരാൻ തന്നെ ഒരു ചാൻസ് കിട്ടും. സോ അതാണ് സെക്കൻഡ് പോയിന്റ്, പ്രൊട്ടക്ഷൻ ടു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. ദെൻ reducing deficit in the balance of trade and the balance of payment. So what do you mean by balance of trade and balance of payment? Balance of trade എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ആൻ എമൗണ്ട് വിച്ച് ഷോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഇൻ മോണിറ്ററി ടേംസ്. അതായത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ടിനെ ഫുള്ള് മോണിറ്ററി വാല്യൂവിൽ കൺവേർട്ട് ചെയ്താൽ, അതായത് എക്സ്പോർട്ട് ചെയ്ത ഗുഡ്സിൻ്റെ എല്ലാം മണി ടേംസിൽ നമ്മൾ എഴുതി വെച്ച് അതുപോലെ നമ്മുടെ രാജ്യത്തിലേക്ക് വന്ന ഗുഡ്സ്, അതായത് ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിൻ്റെ എല്ലാം മണി വാല്യൂ എഴുതി വെച്ച് ഈ രണ്ട് മണി വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പം നമുക്കൊരു വാല്യൂ കിട്ടും. അത് ഒന്നുകിൽ പോസിറ്റീവ് ആകും അല്ലെങ്കിൽ നെഗറ്റീവ് ആകും. എന്ന് വെച്ചാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, അതാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഒരു രാജ്യം നടത്തിയ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, അത് മണി ടേംസിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ലാതെ എത്ര ക്വാണ്ടിറ്റി, നമ്പർ ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര കിലോ അല്ലെങ്കിൽ എത്ര ലിറ്റർ അങ്ങനെയല്ല. എല്ലാം മണി ടേംസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ടോട്ടൽ എത്ര എക്സ്പോർട്ട് നടത്തി ഇൻ റുപ്പി മൈനസ് ടോട്ടൽ എത്ര ഇമ്പോർട്ട് നടത്തി ഇൻ റുപ്പി, ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സ്പോർട്ടാണ് കൂടുതൽ വേണ്ടത്. സോ നമ്മൾ എപ്പോഴും എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടേ ചെയ്യും. അപ്പം എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് വിളിക്കും, പോസിറ്റീവ് ബാലൻസ് എന്ന് വിളിക്കും, അതിനെ സർപ്ലസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. സോ സർപ്ലസ് ആണ് ഒരു എക്കണോമിക്ക് വേണ്ടത്. അതേസമയം ഇമ്പോർട്ടാണ് കൂടുതലെങ്കിലോ അപ്പം നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ടാണ് വലിയ വാല്യൂ എങ്കിൽ ഒരു നെഗറ്റീവ് ആൻസർ ആയിരിക്കും, നെഗറ്റീവ് ഫിഗർ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഡെഫിസിറ്റ് എന്ന് പറയും. അപ്പം ഈ ഡെഫിസിറ്റ് നമുക്ക് വേണ്ട. കാരണം ഒരു എക്കണോമിയിൽ സർപ്ലസ് ആണ് നമുക്ക് വേണ്ടത്. കാരണം ഇൻകം കൂടണമെങ്കിൽ സർപ്ലസ് വേണം. അപ്പം അങ്ങനെ വരുമ്പം ഈ ഡെഫിസിറ്റ് ഒഴിവാക്കാൻ വേണ്ടി കസ്റ്റംസ് ഡ്യൂട്ടി എന്ത് ചെയ്യും? കസ്റ്റംസ് അതോറിറ്റീസ് എന്ത് ചെയ്യും? ഇമ്പോർട്ടിലെല്ലാം ഹൈ ഡ്യൂട്ടി അപ്ലൈ ചെയ്യും, എക്സ്പോർട്ടിലെല്ലാം ലോ ഡ്യൂട്ടി അപ്ലൈ ചെയ്യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ സർപ്ലസ് ഉണ്ടാവണമെങ്കിൽ എക്സ്പോർട്ട് കൂടണം. സോ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടിനെല്ലാം ഹെവി ഡ്യൂട്ടി കൊടുക്കും. സോ ആൾക്കാർ ഇമ്പോർട്ട് ചെയ്യാതിരിക്കും, എല്ലാ സംഭവവും നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കും. അപ്പോൾ അതാണ് ബാലൻസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ബാലൻസ് ഓഫ് ട്രേഡിൽ ഇപ്പം നമ്മൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ കണക്കാക്കൂ. അതേസമയം ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാലൻസ് ആയിട്ടാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പറയുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും
ഉൾപ്പെടുത്തും. അതായത് എക്സ്പോർട്ട് ഉൾപ്പെടുത്തും, ഇമ്പോർട്ട് ഉൾപ്പെടുത്തും, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഉൾപ്പെടുത്തും, വേറൊരു രാജ്യത്തിൽ നമ്മൾ ബോറോ ചെയ്ത എമൗണ്ട് ഉൾപ്പെടുത്തും. അങ്ങനെ എല്ലാ ട്രാൻസാക്ഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഫൈനൽ വരുന്ന വാല്യൂവിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ അതിൽ നമുക്ക് സർപ്ലസും ഡെഫിസിറ്റും ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് സർപ്ലസ് ആണ് ആവശ്യം. സോ ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പോയിന്റ്. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി ഡെഫിസിറ്റ് കുറയ്ക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? എക്സ്പോർട്ടിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും, ഇമ്പോർട്ടിലെല്ലാം ഹെവി ഡ്യൂട്ടി അപ്ലൈ ചെയ്യും. സോ ഇമ്പോർട്ട് ഡിസ്കറേജ് ചെയ്യുന്നു. അങ്ങനെ ഡെഫിസിറ്റ് ഒഴിവാക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കൺട്രോളിങ് ദ സ്മഗ്ലിംഗ്. സോ ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ഡ്യൂട്ടി എല്ലാം നമ്മൾ ഹെവി ആക്കും. അപ്പം ഇമ്പോർട്ട് ഡ്യൂട്ടി ഹെവി ആക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം, ചില ഗുഡ്സ് ഉണ്ടാവും ഭയങ്കര നെസസറി ആയിരിക്കും. അത് എത്ര ഇമ്പോർട്ട് ഇട്ടു എന്ന് പറഞ്ഞാലും, അതായത് അതിന് എത്ര പ്രൈസ് കൂടിയെന്ന് പറഞ്ഞാലും ആൾക്കാർ ഒരിക്കലും അതിനെ ഒഴിവാക്കില്ല. അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടാവും. സോ അതിലേക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇടുന്തോറും ആൾക്കാർ സ്മഗിൾ ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി കാണിക്കും. എന്ന് വെച്ചാൽ അവർക്കത് കിട്ടിയേ പറ്റൂ, അതൊരു നെസസറി ഐറ്റമായിട്ട് മാറിയിരിക്കുന്നു. സോ അത് അവർക്ക് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? കാശ് കൊടുത്ത് മേടിക്കാനില്ല, അതുകൊണ്ട് അവർ കള്ളത്തരം കാണിക്കും. സ്മഗിൾ ചെയ്യാന്ന് വെച്ചാൽ ഗവൺമെൻറ് അറിയാതെ ട്രാൻസാക്ഷൻ നടന്നതിനെ നമ്മൾ സ്മഗ്ലിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ ഗവൺമെൻറ് അറിയാതെ, അതായത് പുറത്താരും അറിയാതെ ഒരു ബില്ലൊന്നും ഇടാതെ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ അതിനെ സ്മഗ്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ സ്മഗ്ലിങ്ങിനൊരു ടെൻഡൻസി കൊണ്ടുവരും. അങ്ങനെ വരുമ്പം ചില ഗുഡ്സ്, അതായത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഗോൾഡ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ എപ്പോഴും വാങ്ങുന്ന, അല്ലെങ്കിൽ എല്ലാവരും വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ കോസ്റ്റ് എത്ര കൂടിയാലും ആൾക്കാർക്ക് അതിനോടൊരു അട്രാക്ഷൻ അപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ഗോൾഡ് എന്ന് പറയുന്ന ഐറ്റത്തിനൊക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഹെവി ആക്കി കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ വാല്യൂ എത്ര കൂടിയാലും ആൾക്കാർ പിന്നെ സ്മഗ്ലിംഗ് ഓൾറെഡി നടക്കുന്നുണ്ട്, അപ്പോൾ സ്മഗ്ലിംഗ് ചെയ്യാനായിട്ട് കൂടുതൽ ടെൻഡൻസി വരും. സോ അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യും? ഗോൾഡ് പോലത്തെ ഐറ്റംസിനൊക്കെ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കാനായിട്ട് നോക്കും. സോ അവിടെ സ്മഗ്ലിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ കസ്റ്റംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, റെഡ്യൂസിങ് എക്സ്പോർട്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് എക്സ്പോർട്ടാണ് കൂടുതൽ ആക്ച്വലി വേണ്ടത്. പക്ഷേ ഈ പോയിൻ്റ് നേരെ ഒരു തിരിച്ചുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് എന്ത്? റെഡ്യൂസിങ് എക്സ്പോർട്ട്. റെഡ്യൂസിങ് എക്സ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്കൊരു രാജ്യത്തിന് നല്ലതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ രാജ്യത്ത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ സപ്ലൈ കുറവാണെങ്കിൽ അത് എന്ത് സംഭവിക്കാം? നമ്മുടെ മാർക്കറ്റിൽ സാധനം വിൽക്കാതെ അവരത് കംപ്ലീറ്റ് കൊണ്ടുപോയി ഫോറിൻ കൺട്രിയിൽ കൊണ്ടു കൊടുത്താലോ? ഫോറിൻ കൺട്രിയിൽ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയി കംപ്ലീറ്റ് വിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തിനേക്കാളും കൂടുതൽ കാശ് അവർക്ക് മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി വിറ്റാൽ കിട്ടും എന്നുള്ളത് കൊണ്ട് എക്സ്പോർട്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യും? കംപ്ലീറ്റ് പ്രോഡക്റ്റ്സ് വാങ്ങി എക്സ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിലുള്ളവർക്ക്, നമ്മൾ ഡൊമസ്റ്റിക്കിൽ താമസിക്കുന്നവർക്ക് ആർക്കും ആ പ്രോഡക്റ്റ് കിട്ടാതാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? എക്സ്പോർട്ടിനെ കൺട്രോൾ ചെയ്യാൻ നോക്കും. ഒരുപാടായാലും പ്രശ്നമാണ്. സോ എക്സ്പോർട്ടിനെ റിഡ്യൂസ് ചെയ്യാൻ നോക്കും. അപ്പം നമ്മുടെ രാജ്യത്ത് സപ്ലൈ കുറവുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ എക്സ്പോർട്ടിലേക്ക് ഒരു ഇച്ചിരി ഡ്യൂട്ടി കൂടുതൽ അപ്ലൈ ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പോർട്ട് നടക്കാതെ പോകും. അല്ലെങ്കിൽ എക്സ്പോർട്ട് നടന്നാൽ കൂടിയും ഫോറിൻ കൺട്രിയിൽ അതിൻ്റെ ഡിമാൻഡ് അങ്ങ് കുറയും. അതായത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പം ഡ്യൂട്ടിയും കൂടെ വരുമ്പം ആ ടാക്സിൻ്റെ എമൗണ്ടും കൂടെ ഉൾപ്പെടുത്തിയാണ് പുറത്തുള്ള രാജ്യത്തിലുള്ള ഒരു വ്യക്തി അത് വാങ്ങേണ്ടത്. സോ അവർക്ക് അത്രയും പ്രൈസ് കൊടുത്ത് ആ സാധനം വാങ്ങണ്ടെന്ന് അവരും അങ്ങ് തീരുമാനിക്കും. അപ്പോൾ ആ ഡിമാൻഡ് കുറയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? എക്സ്പോർട്ടേഴ്സ് എന്ത് ചെയ്യും? അവസാനം ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെ അത് വിൽക്കും. ഇതാണ് റെഡ്യൂസിങ് എക്സ്പോർട്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ്, സേവിങ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം, ആൾക്കാർ ഫോറിൻ കൺട്രിയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുമ്പം ആൾക്കാരുടെ കയ്യിലുള്ള ഇൻകം ഫുൾ എങ്ങോട്ട് പോവാണ്? ഫോറിൻ കൺട്രിയിലേക്ക് പോവാണ്. സോ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മുടെ എമൗണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം മൊത്തം കണക്കെടുത്താൽ രാജ്യത്തിൻ്റെ ഇൻകം കംപ്ലീറ്റ് മറ്റൊരു രാജ്യത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ വരുമ്പം രാജ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഡിഫൻസ്, അതുപോലെയുള്ള വേറെയുള്ള നെസസറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കാൻ പറ്റാതെ വരും. കാരണം ഈ ഇൻകം കംപ്ലീറ്റ് ആൾക്കാർ ഫോറിൻ കൺട്രീസിൽ സ്പെൻഡ് ചെയ്യാണ്. സോ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? കസ്റ്റംസ് ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടും, എക്സ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കും. അപ്പം ആൾക്കാർ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും, ഇമ്പോർട്ട് ചെയ്യാതിരിക്കും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഡീമെറിറ്റ്സ്. ഫസ്റ്റ് വൺ, കോസിങ് ഇൻഫ്ലേഷൻ. സോ ദിസ് ഈസ് ഒബ്വിയസ്. കാരണം നമുക്കറിയാം ടാക്സ് എന്ന് പറയുന്നത് ഒരു സാധനത്തിൻ്റെ പ്രൈസ് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. സോ അവിടെ ഇൻഫ്ലേഷൻ വരും. ഇപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും നമ്മളൊരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹെവി ഡ്യൂട്ടി അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് കൂടും. സോ അത് ഇൻഫ്ലേഷന് സാധ്യത വരുത്തുന്നതാണ്. സോ അതൊരു ഡീമെറിറ്റ് ആണ്.
ദെൻ ഇൻക്രീസസ് ബ്ലാക്ക് മണി. ഇപ്പം നേരത്തെ ഞാൻ സ്മഗ്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും? സ്മഗിൾ ചെയ്യാൻ ശ്രമിക്കും. കുറേ ട്രേഡേഴ്സ് എങ്കിലും അത് സ്മഗിൾ ചെയ്യും. സ്മഗിൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് അറിയത്തില്ല. സ്മഗിൾ ചെയ്യുകയെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് അറിയാത്ത ഒരു ട്രാൻസാക്ഷൻ. സോ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഒരിക്കലും ഗവൺമെൻറ്റിന് അറിയത്തുമില്ല, ഗവൺമെൻറ്റിനെ അറിയിക്കത്തുമില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോഫിറ്റിന് എന്ത് കൊടുക്കില്ല? ടാക്സും കൊടുക്കത്തില്ല. സോ ടാക്സ് കൊടുക്കാത്ത ഇൻകം അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാത്ത പ്രോഫിറ്റിനെയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ ബ്ലാക്ക് മണി കൂട്ടാൻ ഈ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി സാധ്യത കൊടുക്കുന്നുണ്ട്. ദെൻ ആബ്സെൻസ് ഓഫ് ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ്. ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇമ്പോർട്ട് കുറയ്ക്കണം, എക്സ്പോർട്ട് കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? ചില പ്രോഡക്റ്റ്സ് ഒക്കെ ഫോറിൻ കൺട്രിയിലായിരിക്കും നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ആ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായിട്ട് വരുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടി ഇടുമ്പോൾ അതിൻ്റെ ഡബിൾ വിലയായിട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് വരുമാനം ഇൻകം ലെവൽ ഏകദേശം മീഡിയം ലെവലിലുള്ള ആൾക്കാർക്ക് പോലും ചിലപ്പം ഈ ഫോറിൻ ഐറ്റം നല്ല ക്വാളിറ്റി ഐറ്റം മേടിക്കാനായിട്ട് കാശുണ്ടായെന്ന് വരില്ല. സോ നമ്മൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ക്വാളിറ്റി കുറവാണെങ്കിലും അത് മേടിക്കാനായിട്ട് അങ്ങ് ഫോഴ്സ് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് ക്വാളിറ്റി ഗുഡ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ലൈഫിന് ഒരു പ്രശ്നം വരുത്തുന്ന രീതിയിലും കസ്റ്റംസ് ഡ്യൂട്ടി വരാറുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, കോംപ്ലക്സ് പ്രൊസീജിയർ. ഇപ്പം കസ്റ്റംസ് ലോ ആണെങ്കിലും അതിൻ്റെ അകത്തും കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ പ്രൊസീജിയേഴ്സിന് ചിലപ്പം ഏതെങ്കിലും പ്രൊഫഷണലിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എക്സ്പേർട്ടിൻ്റെയൊക്കെ സർവീസസ് വേണ്ടി വരും. സോ അത് സാധാരണ ഒരു എക്സ്പോർട്ടറിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. സോ ഇത്രയും ഡീമെറിറ്റ്സ് ആണ് കസ്റ്റംസ് ഡ്യൂട്ടിക്കുള്ളത്. ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. അതായത് മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ റവന്യൂവിന് ഹെൽപ്പ് ചെയ്യുന്നു, രാജ്യത്തിൻ്റെ വരുമാനം കൂട്ടാൻ കസ്റ്റംസ് ഡ്യൂട്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? ഫോറിൻ കൺട്രിയിൽ നിന്ന് ഫോറിൻ പ്രോഡക്ട്സ് മാർക്കറ്റിൽ കൊണ്ടുവരാതിരിക്കാൻ ഇമ്പോർട്ട് ഡ്യൂട്ടി ഹെവി ആയിട്ട് കൊടുത്ത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. സോ ഫോറിൻ കൺട്രിയിൽ നിന്ന് പ്രോഡക്ട്സ് നാട്ടിൽ വരില്ല. ദെൻ റെഡ്യൂസിങ് ഡെഫിസിറ്റ് ഇൻ ദ ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടി, അതായത് ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടി, ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇമ്പോർട്ട് ഡ്യൂട്ടി ഹെവി ആക്കാറുണ്ട്. സോ നമ്മുടെ ബാലൻസ് ഓഫ് ട്രേഡ് അല്ലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസിലിരിക്കും, എക്കോണമി സർപ്ലസിൽ പോകും. ദെൻ കൺട്രോളിങ് ദ സ്മഗ്ലിംഗ്. ഇപ്പം ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിക്കഴിഞ്ഞാലും സ്മഗ്ലിങ്ങിന് അതൊരു പ്രശ്നമാണ്. സോ ചില പ്രോഡക്ട്സിന് നെസസറി ആയിട്ടുള്ള സ്മഗ്ലിംഗ് ഉറപ്പായിട്ടും വരാവുന്ന പ്രോഡക്ട്സിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൺട്രോൾ ചെയ്യും. ദെൻ സോ അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പം സ്മഗ്ലിങ്ങും കുറയുന്നു. ദെൻ റെഡ്യൂസിങ് എക്സ്പോർട്ട്സ്. അതായത് നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിന് സപ്ലൈ ഇല്ലാത്ത പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും തടയും. അങ്ങനെ നമ്മുടെ രാജ്യത്ത് അത്യാവശ്യം അതിൻ്റെ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി വഴിയാണ് ഈ എക്സ്പോർട്ട്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ദെൻ സേവിങ് ഫോറിൻ എക്സ്ചേഞ്ച്. അത് ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇൻകം ഫുള്ള് ഫോറിൻ കൺട്രി പോവാണ്. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യും? ഫോറിൻ എക്സ്ചേഞ്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും കസ്റ്റംസ് ഡ്യൂട്ടി ഇമ്പോർട്ടിന് ഹെവി ഡ്യൂട്ടിയും എക്സ്പോർട്ടിന് ലോ ഡ്യൂട്ടിയും കൊടുക്കാറുണ്ട്. ദെൻ ഡീമെറിറ്റ്സ് ആയിട്ട് പറഞ്ഞത്, നമുക്കറിയാം ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എല്ലാത്തിൻ്റെയും ഡീമെറിറ്റ് എന്താണ്? പ്രൈസ് കൂട്ടുന്നു എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി കസ്റ്റംസ് ഡ്യൂട്ടിയും ഇൻഫ്ലേഷന് കാരണമാകുന്നുണ്ട്. ദെൻ ബ്ലാക്ക് മണി, അതായത് സ്മഗ്ലിംഗ് വരുന്നത് കൊണ്ട് തന്നെ ബ്ലാക്ക് മണിക്കും ഇത് ചാൻസസ് കൊടുക്കുന്നുണ്ട്. ദെൻ ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ്. ഫോറിൻ കൺട്രിയിൽ നിന്ന് കിട്ടുന്ന ബെറ്റർ ക്വാളിറ്റി ഗുഡ്സിന് പ്രൈസ് ഒരുപാട് കൂടുതലാകുമ്പോൾ ആൾക്കാർക്ക് ക്വാളിറ്റി ഗുഡ്സ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ ചില പ്രൊസീജിയേഴ്സ് ഇതിൽ കോംപ്ലക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിന് എക്സ്പേർട്സിൻ്റെ സർവീസ് തേടണം എന്നുള്ളതും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒരു മിഡിൽ ലെവലിൽ പോകുന്ന ഒരു എക്സ്പോർട്ടറിന് അതൊരു പ്രശ്നമായിട്ട് വരും. ഓക്കെ, ഇതാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇതിൻ്റെ നോട്ട്സൊക്കെ ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് സെൻഡ് ചെയ്ത് തരാം. ഇനി ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് കുറച്ച് ഡെഫിനിഷൻസ്. അത് കസ്റ്റംസ് ആക്റ്റിൽ കുറേ വേർഡ്സ് ഉണ്ട്, കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ അതിലൊരു 19 ടേംസിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചേ പറ്റൂ. ഡെഫിനിഷൻ ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ കാണാതെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കസ്റ്റംസ് ആക്റ്റിൻ്റെ അതിൻ്റെ അകത്ത് വരുന്ന സെക്ഷനും കൂടെ ഉൾപ്പെടുത്തിയാണ് ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. സെക്ഷൻ നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സെക്ഷൻ പഠിക്കുകയാണെങ്കിൽ അത് പരീക്ഷയ്ക്ക് എഴുതുമ്പം തെറ്റിക്കരുത്. സെക്ഷൻ കറക്റ്റായിട്ട് എഴുതിയിട്ട് തന്നെ എഴുതണം. അല്ലെങ്കിൽ സെക്ഷൻ പഠിക്കാൻ നിൽക്കരുത്, ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം അങ്ങ് പഠിക്കുക. അപ്പോൾ ഈ ഡെഫിനിഷൻസ് 19 എണ്ണത്തിൻ്റെ ഉണ്ട്. അതിൽ ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയെന്ന് പറയാം. അത് മസ്റ്റായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഡെഫിനിഷൻസ് അതുപോലെ തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 1
അപ്പോൾ ഞാൻ പറഞ്ഞു സെക്ഷൻസ് കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല, ഞാനിതിൽ ആഡ് ചെയ്തതേ ഉള്ളൂ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, ഇത് ജസ്റ്റ് പഠിച്ചു വെക്കുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 ഓഫ് ദ കസ്റ്റംസ് ആക്ട് 1962, adjudicating authority means any authority competent to pass any order or decision under this act, but does not include first the board, then the commissioner of customs appeals or appellate tribunal. അതായത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, ആ അഡ്ജുഡിക്കേറ്റിംഗ് എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് ഒരു ജുഡീഷ്യൽ പവറുള്ള അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാൻ പവറുള്ള ഒരു അതോറിറ്റി. ഒരു പ്രശ്നം വന്നാൽ, ഒരു കേസ് വന്നാൽ അത് ജഡ്ജ് ചെയ്യാൻ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അതിനുള്ള അധികാരമുള്ളൂ. അഡ്ജുഡിക്കേറ്റിംഗ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ജഡ്ജ് ചെയ്യാനുള്ള പവർ, അല്ലെ ജഡ്ജ് ചെയ്യുന്ന ഒരു ആൾ. അപ്പം ഈ കസ്റ്റംസ് ആക്റ്റിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കൊടുത്തിരിക്കുന്നത് എനി അതോറിറ്റി, ഇറ്റ് ക്യാൻ ബി എനി അതോറിറ്റി competent to pass any order or decision under this act. ഈ കസ്റ്റംസ് ആക്ട് പ്രകാരം ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ അകത്ത് ഈ കസ്റ്റംസ് ആക്ട് പ്രകാരം തന്നെ ഒരു ഓർഡറോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റോ പാസ്സാക്കാൻ കഴിയുന്ന ഏതൊരു അതോറിറ്റിയും ആകാം. പക്ഷേ അതിൻ്റെ അകത്ത് താഴെ പറയുന്ന 3 പേര് ഉൾപ്പെടാൻ പാടില്ല. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ, ദ ബോർഡ്. ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. അപ്പോൾ ബോർഡ് എന്ന് പറയുമ്പോൾ ബോർഡിൽ ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട്, ആ മെമ്പേഴ്സിനൊന്നും ഇതിനുള്ള പവറില്ല. ദെൻ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ബ്രാക്കറ്റിൽ അപ്പീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻകം ടാക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് കറക്റ്റായിട്ട് കമ്മീഷണർ ആരാണ്, കമ്മീഷണർ അപ്പീൽസ് ആരാണ്, അപ്പലറ്റ് ട്രിബ്യൂണൽ ആരാണ്, അങ്ങനെ കുറേ ടേംസ് നിങ്ങൾ ഇൻകം ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കും. സോ അവിടെ പഠിക്കും നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ കമ്മീഷണർ ഓഫ് കസ്റ്റംസിനും കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അപ്പീൽസിനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. സാധാരണ കമ്മീഷണർ എന്ന് പറയുന്നതാണ് ജനറൽ കമ്മീഷണർ, അയാൾക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് പവർ ഉണ്ടാവും. അതേസമയം കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അല്ലെങ്കിൽ കമ്മീഷണർ അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ മാത്രമേ അയാൾക്ക് പവർ ഉണ്ടായിരിക്കുകയുള്ളൂ. സോ ആ അപ്പീൽ എന്ന് പറയുന്ന സെക്ഷനിൽ മാത്രം പവറുള്ള കമ്മീഷണറിനും അഡ്ജുഡിക്കേറ്റിംഗ് അതായത് ജഡ്ജ്മെൻറ്റിനുള്ള അധികാരമില്ല. അതുപോലെ അപ്പലറ്റ് ട്രിബ്യൂണൽ എന്ന് വെച്ചാൽ ഒരു കോടതി പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് നിങ്ങൾ അപ്പീൽസ് പഠിക്കുമ്പം എന്താണെന്നുള്ളത് പഠിക്കും. അപ്പീൽ എന്ന് വെച്ചാൽ ഇപ്പം നമുക്കെതിരെ വരുന്നൊരു ഓർഡർ, നമുക്കെതിരെയല്ല, നമ്മളിലേക്കൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ വരും. ഈ ഓർഡറിനെതിരെ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ കോടതി പോയി കേസ് കൊടുക്കുന്നു എന്നല്ല പറയുന്നത്, കോടതി പോയി അപ്പീൽ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. കേസ് കൊടുക്കുന്നു എന്നുള്ളതിന് തുല്യമാണ് അപ്പീൽ. അപ്പീൽ എന്ന് പറയുമ്പോൾ ഒരു പ്ലീസിങ് എഫക്റ്റ്, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് പറയുന്നൊരു എഫക്റ്റ് ഉണ്ട്. കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന പോലെ ആ ഒരു ഫീലാണ്. ഗവൺമെൻറ് ഓർഡറിൻ്റെ എഗെയിൻസ്റ്റ് നമുക്ക് കേസ് കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല. ഗവൺമെൻറ് ഓർഡറിൻ്റെ എഗെയിൻസ്റ്റ് നമുക്ക് അപ്പീൽ പോകാനേ പറ്റുള്ളൂ. സെയിം ആണ് സംഭവം. അതായത് കോർട്ടിൽ പോയി കേസ് കൊടുക്കുന്നതിന് എഫക്റ്റ് സെയിം ആണ്, പക്ഷെ നമ്മൾ അതിൻ്റെ ടേം അപ്പീൽ എന്നാണ് പറയുന്നത്. സോ എനിവേ ഈ അപ്പീൽസ് എല്ലാം നോക്കുന്ന ഒരു പർട്ടിക്കുലർ കോർട്ടിനെയാണ് അപ്പലറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ സബ്ജക്റ്റിൽ പഠിക്കും. സോ എനിവേ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ആക്ടിൻ്റെ അകത്ത് വരുന്ന കസ്റ്റംസ് ആക്റ്റിൽ പ്രകാരമുള്ള ഏതൊരു ഓർഡറും അല്ലെങ്കിൽ ഏതൊരു ജഡ്ജ്മെൻറ്റും പാസ്സാക്കാൻ കഴിയുന്ന ഒരു അതോറിറ്റിയാണ്. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്, ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തവരാണ് ഒന്ന് ദ ബോർഡ്, ദെൻ ദ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് അപ്പീൽസ് ഓർ ദ അപ്പലറ്റ് ട്രിബ്യൂണൽ. ഈ 3 പേരെയും അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. സോ ഈ ഡെഫിനിഷൻ നന്നായിട്ട് പഠിക്കാം. ദെൻ നെക്സ്റ്റ് വൺ, അസസ്മെൻറ്റ്. ഇതും ഞാൻ ഇമ്പോർട്ടൻ്റ് എന്നൊന്നും പറയുന്നില്ല, പഠിച്ചു വെച്ചാൽ മതി. സെക്ഷൻ 2 സബ്സെക്ഷൻ 2 ഓഫ് ദ കസ്റ്റംസ് ആക്ട് ഡിഫൈൻസ് ദാറ്റ് അസസ്മെൻറ്റ് മീൻസ് പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ ടാക്സ് ലയബിലിറ്റി. അത് നമുക്കറിയാം. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഇൻകം ടാക്സ് പഠിക്കുന്ന നമുക്ക് അസസ്മെൻ്റ് എന്ന് വെച്ചാൽ അറിയാം, ടാക്സ് ലയബിലിറ്റി കണ്ടെത്തുക, അതാണ് അസസ്മെൻറ്റിൻ്റെ മീനിങ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ ടാക്സ് ലയബിലിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. അത്രയേ ഉള്ളൂ. അസസ്മെൻ്റ് എന്ന് വെച്ചാൽ ഈ ആക്ട് പ്രകാരം, ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം ടാക്സ് ലയബിലിറ്റി കണ്ടെത്തുന്നു, അതാണ് അസസ്മെൻറ്റ്. അതിൻ്റെ അകത്ത് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് പ്രൊവിഷണൽ അസസ്മെൻറ്റ്, സെൽഫ് അസസ്മെൻറ്റ്, റീ അസസ്മെൻറ്റ് ആൻഡ് എനി അസസ്മെൻറ്റ് ഇൻ വിച്ച് ദ ഡ്യൂട്ടി അസസ്ഡ് ഈസ് നിൽ. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം ടാക്സ് ലയബിലിറ്റി കണ്ടെത്തുന്നതിനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പ്രൊവിഷണൽ അസസ്മെൻറ്റ് ഉൾപ്പെടുത്താം, സെൽഫ് അസസ്മെൻറ്റ് അതായത് സ്വന്തമായി നടത്തുന്ന, ഒരു വ്യക്തി സ്വന്തമായിട്ട് നടത്തുന്ന അസസ്മെൻ്റ് ആകാം. ദെൻ റീ അസസ്മെൻറ്റ്, ഒന്നിൽ കൂടുതൽ അസസ്മെൻറ്റ് നടത്തുന്ന, അതും ഒരു അസസ്മെൻ്റ് ആകാം. ദെൻ എനി അസസ്മെൻറ്റ് ഇൻ വിച്ച് ദ ഡ്യൂട്ടി അസസ്ഡ് ഈസ് നിൽ, അതായത് ഇൻ കേസ് ഡ്യൂട്ടി അസസ്ഡ് അതായത് ഇൻകം ടാക്സ് 0 വരുന്ന അസസ്മെൻറ്റ് പോലും നടത്താം. അത് 0 വന്ന ആ ഒരു പർട്ടിക്കുലർ ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് പോലും വീണ്ടും അസസ് ചെയ്യാം.
ഈ ഇത്രയും പറയുന്ന അസസ്മെൻ്റ് എല്ലാം ഉൾപ്പെടുന്നു. ഒരു ഫസ്റ്റ് സെൻറ്റൻസ് മാത്രം നിങ്ങൾ എഴുതിയാലും മതി. ഏത് അസസ്മെൻറ്റ് മീൻസ് പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ ടാക്സ് ലയബിലിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട്. അത്രയും പഠിച്ചാലും മതി. വിച്ച് ഇൻക്ലൂഡ്സ് തൊട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചേ പറ്റൂ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. കൺവേയൻസ്. കൺവേയൻസ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ടേമിൻ്റെ മീനിങ് ട്രാൻസ്പോർട്ടിന് കിട്ടുന്ന ഫെസിലിറ്റി എന്നാണ്. സോ നമുക്കിവിടെ കസ്റ്റംസ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 9 ആണ് കൺവേയൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 9 ഓഫ് ദ കസ്റ്റംസ് ആക്ട് ഡിഫൈൻ കൺവേയൻസ് ഇൻക്ലൂഡ്സ് എ വെസൽ, ആൻ എയർക്രാഫ്റ്റ് ആൻഡ് എ വെഹിക്കിൾ. അത്രയേ ഉള്ളൂ അതിൻ്റെ ഡെഫിനിഷൻ. എന്താണ്? കൺവേയൻസ് ഇൻക്ലൂഡ്സ് എ വെസൽ, ആൻ എയർക്രാഫ്റ്റ് ആൻഡ് എ വെഹിക്കിൾ. അത്രയും പഠിച്ചാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. സ്പെസിഫിക് ടേംസ്. വെസൽ എന്ന് പറഞ്ഞാൽ ബൈ സീ, അതായത് വെസലിൻ്റെ മീനിങ് ഒരു ഷിപ്പ് അല്ലെങ്കിൽ ഒരു വലിയ ബോട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഷിപ്പിനെയാണ് വെസൽ എന്ന് പറയുന്നത്. അപ്പം സീ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആകാം. എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എയറോപ്ലെയിൻ, അത് എയർ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആകാം. ആൻഡ് വെഹിക്കിൾ, അത് ലാൻഡ് വഴിയുള്ളതാകാം. വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ ട്രെയിനും വരാം, ബസ്സും വരാം, അതിൽ ട്രക്ക് വരാം, എന്ത് വേണോ വരാം. വെഹിക്കിൾ എന്ന് അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. സോ കൺവേയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും? ഇറ്റ് ഇൻക്ലൂഡ്സ് എ വെഹിക്കിൾ, ആൻ എയർക്രാഫ്റ്റ്, എ വെസൽ, ആൻ എയർക്രാഫ്റ്റ് ആൻഡ് എ വെഹിക്കിൾ. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് കൺവേയൻസ്. അതായത് സീവേസ് വഴി ബോട്ട് വഴിയാകാം, എയർവേസ് വഴി എയർക്രാഫ്റ്റ് ആ രീതിയാകാം, അല്ലെങ്കിൽ ലാൻഡ് വഴി ബസ്സോ ട്രെയിനോ ഒക്കെ ആവാം. ഇതാണ് കൺവേയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫെസിലിറ്റി എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, കോസ്റ്റൽ ഗുഡ്സ്. ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തോളൂ. കോസ്റ്റൽ ഗുഡ്സ് എന്ന് വെച്ചാൽ, കോസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്, കോസ്റ്റൽ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ ലാൻഡും സീയും, കടലും കരയും കൂടെ ഒന്നിക്കുന്ന ആ പർട്ടിക്കുലർ ഏരിയയാണ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റൽ ഗുഡ്സ് എന്ന് വെച്ചാൽ, കോസ്റ്റൽ ഗുഡ്സ് ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 7 ഓഫ് ദ കസ്റ്റംസ് ആക്ട്, ദ ടേം കോസ്റ്റൽ ഗുഡ്സ് മീൻസ് ഗുഡ്സ് അതർ ദാൻ ഇമ്പോർട്ടഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ് ഇൻ എ വെസൽ ഫ്രം വൺ പോർട്ട് ഓഫ് ഇൻ ഇന്ത്യ ടു അനദർ. അതായത് ഇറ്റ് ഈസ് എ ഗുഡ്, അതൊരു ഗുഡ്സ് എന്ന് വെച്ചാൽ എനി പ്രോഡക്റ്റ്, എന്ത് പ്രോഡക്റ്റും ആകാം. പക്ഷേ അതർ ദാൻ ഇമ്പോർട്ടഡ് ഗുഡ്സ്, അതായത് ഫോറിൻ കൺട്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒന്നാകാൻ പാടില്ല, പുറത്തെ രാജ്യത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒന്നാവാൻ പാടില്ല. മറ്റുള്ള എന്ത് ഗുഡ്സും ആകാം. വിച്ച് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ എ വെസൽ ഫ്രം വൺ പോർട്ട് ഓഫ് ഇന്ത്യ ടു അനദർ. അപ്പോൾ ഇന്ത്യക്കകത്ത് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഗുഡായിരിക്കണം. ഒരു വെസൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഷിപ്പാണ്. അപ്പോൾ ഒരു ഷിപ്പിൽ കൂടെ ഇന്ത്യക്കകത്തുള്ള ഒരു പോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു പ്രോഡക്റ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? കോസ്റ്റൽ ഗുഡ്സ് എന്ന് പറയാം. പക്ഷെ അത് ഫോറിൻ കൺട്രിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഗുഡാവാൻ പാടില്ല. നമ്മുടെ ഇന്ത്യക്കകത്ത്, രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടായ ഒരു ഗുഡ് തന്നെ, ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് തന്നെ, അത് ഒരു ഏരിയയിൽ നിന്ന്, ഷിപ്പ് വഴി ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്താൽ അതിനെ കോസ്റ്റൽ ഗുഡ്സ് എന്ന് വിളിക്കാം. ഞാൻ പറഞ്ഞു കോസ്റ്റ് എന്ന് വെച്ചാൽ കടലും കരയും കൂടെ ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ സോ കടൽ വഴി പോകുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഗുഡ്സിനെ കോസ്റ്റൽ ഗുഡ്സ് എന്ന് വിളിക്കാം. ദെൻ കസ്റ്റംസ് ഏരിയ അല്ലെ കസ്റ്റം ഏരിയ, ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തോ. അപ്പം കസ്റ്റംസ് ഏരിയ എന്ന് പറയുന്നത് ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 11 ഓഫ് ദ കസ്റ്റംസ് ആക്ട്, കസ്റ്റംസ് ഏരിയ മീൻസ് ദ ഏരിയ ഓഫ് എ കസ്റ്റം സ്റ്റേഷൻ ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഏരിയ ഇൻ വിച്ച് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഓർ എക്സ്പോർട്ടഡ് ഗുഡ്സ് ആർ ഓർഡിനറിലി കെപ്റ്റ് ബിഫോർ ക്ലിയറൻസ് ബൈ കസ്റ്റംസ് അതോറിറ്റി. അപ്പം ആദ്യം കസ്റ്റംസ് സ്റ്റേഷൻ എന്താണെന്ന് പറയണം, എന്നാലേ കസ്റ്റംസ് ഏരിയ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇപ്പം നമുക്കറിയാം, നിങ്ങളൊക്കെ ബസ്സിന് പോകുന്നതാണ്. സോ നിങ്ങൾക്കൊരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് ഡിപ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, അറിയില്ലേ? ഇപ്പം നമുക്ക് കണിയാപുരത്തൊരു ഡിപ്പോ ഉണ്ട്, അതുപോലെ ആറ്റിങ്ങിലൊരു ഡിപ്പോ ഉണ്ട്. അപ്പോൾ ഈ ഡിപ്പോയിലൊക്കെ എന്താ ചെയ്യുന്നത്? ബസ് അവിടെ കയറിയിട്ട് അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് മറ്റുള്ള വഴി കൂടെ പോവുള്ളൂ. സോ അവിടെ കയറിയിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്കൊരു കസ്റ്റം സ്റ്റേഷൻ എന്ന് വേണേൽ വിളിക്കാം. സ്റ്റേഷൻ അല്ലെ കസ്റ്റംസ് ഡിപ്പോട്ട് എന്ന് വിളിക്കാം. അതുപോലെ ബസ് സ്റ്റാൻഡ് പോലെ തന്നെ ഈ കസ്റ്റംസിനും എന്തുണ്ട്? ഓരോ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ വണ്ടി കുറേ നേരം നിർത്തിയിടും. നിർത്തിയിട്ടിട്ട് അവിടുത്തെ കസ്റ്റംസ് അതോറിറ്റി ആയിട്ട് സംസാരിച്ച് വണ്ടി കൊണ്ടുവന്ന ഗുഡ്സ് ഏതാണ്, എന്താണ്, എവിടുന്ന് വരുന്നു, അങ്ങനെയുള്ള കുറേ റിപ്പോർട്ടൊക്കെ കൊടുത്താലേ അവിടുന്ന് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. സോ ഈ കസ്റ്റം സ്റ്റേഷനിൽ തന്നെ കുറച്ച് നേരം കിടക്കണം. അതായത് ഈ വണ്ടിയിൽ വരുന്ന ഗുഡ്സ് എന്താണെന്ന് കസ്റ്റംസ് അതോറിറ്റിക്ക് മനസ്സിലായാൽ അല്ലെങ്കിൽ അവർ സമ്മതിച്ചാൽ മാത്രമേ ആ കസ്റ്റം സ്റ്റേഷനിൽ നിന്ന് പാസ് ചെയ്ത്
നമ്മുടെ രാജ്യത്തേക്ക് വരാനോ അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. സോ ഈ കസ്റ്റം സ്റ്റേഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗുഡ്സ് ഇറക്കി വെക്കാൻ പറയും. അത് വാല്യൂ ചെയ്യാനായിരിക്കാം, എന്തെങ്കിലും കാര്യത്തിന് ഇറക്കി വെക്കാൻ പറയുമ്പോൾ ആ ഇറക്കി വെക്കുന്ന കുറച്ച് ഏരിയ കാണും, ഗുഡ്സ് എല്ലാം കൂടെ ഇറക്കി വെക്കുന്ന ആ ഏരിയനെയാണ് കസ്റ്റംസ് ഏരിയ എന്ന് പറയുന്നത്. അതായത് കസ്റ്റം സ്റ്റേഷൻ്റെ കീഴിൽ തന്നെ വരുന്ന കുറച്ച് ഏരിയ, ഈ ഏരിയയിലായിരിക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് കൊണ്ടുവയ്ക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ കസ്റ്റംസ് അതോറിറ്റിയിൽ നിന്ന് ആ ഒരു പോവാൻ നമ്മൾ എവിടെയാണോ ഇത് കൊണ്ടുപോകുന്നത് അത് കൊണ്ടുപോകാനായിട്ടുള്ള ഓർഡർ കിട്ടുന്നിടം വരെ ഈ ഗുഡ്സ് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ കൊണ്ടുവെക്കുന്ന ആ ഏരിയനെയാണ് കസ്റ്റംസ് ഏരിയ എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് എനി ഏരിയ ഓർ മീൻസ് ദ ഏരിയ ഓഫ് കസ്റ്റം സ്റ്റേഷൻ. കസ്റ്റം സ്റ്റേഷൻ്റെ കീഴിൽ വരുന്ന ഏരിയ ആണ്. ആൻഡ് ഇൻക്ലൂഡ്സ് എനി ഏരിയ ഇൻ വിച്ച് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഓർ എക്സ്പോർട്ടഡ് ഗുഡ്സ് ആർ ഓർഡിനറിലി കെപ്റ്റ്. ഞാൻ പറഞ്ഞു ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ഓർഡിനറിലി കെപ്റ്റ് എന്ന് വെച്ചാൽ അതിനെ സൂക്ഷിക്കുന്നു ബിഫോർ ക്ലിയറൻസ് ബൈ കസ്റ്റംസ് അതോറിറ്റി. കസ്റ്റംസ് അതോറിറ്റി ക്ലിയറൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ പോകാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്നിടം വരെ ഈ ഗുഡ്സ് വെക്കുന്ന ആ ഒരു ഏരിയനെയാണ് കസ്റ്റംസ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ കസ്റ്റംസ് സ്റ്റേഷൻ, ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കസ്റ്റംസ് ഏരിയ പോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കസ്റ്റംസ് സ്റ്റേഷനും. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കസ്റ്റംസ് സ്റ്റേഷൻ എന്ന് പറയുമ്പം നമുക്കിപ്പം ബസ് നിർത്തുന്ന സ്ഥലം പോലെ തന്നെയാണ് കസ്റ്റംസിന് എന്തുണ്ട്, സ്റ്റാൻഡ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ഉണ്ട്. അപ്പം സെക്ഷൻ പ്രകാരം സെക്ഷൻ 2 സബ്സെക്ഷൻ 13 പ്രകാരം ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓഫ് ദ കസ്റ്റംസ് ആക്ട്. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഫ് ദ കസ്റ്റംസ് ആക്ട്, കസ്റ്റംസ് സ്റ്റേഷൻ മീൻസ് എനി കസ്റ്റംസ് പോർട്ട്, കസ്റ്റംസ് എയർപോർട്ട് ഓർ ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷൻ. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കസ്റ്റംസ് പോർട്ട് എന്ന് പറയുമ്പം അത് ഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ വെസലിന് വേണ്ടിയിട്ടാണ്. വെസൽ കൊണ്ടുവന്ന് നിർത്തിയിടുന്നത്, ഷിപ്പ് കൊണ്ടുവന്ന് നിർത്തിയിടുമ്പോൾ അതിനെ കസ്റ്റം പോർട്ട് എന്ന് വിളിക്കും. കസ്റ്റംസ് എയർപോർട്ട്, ഇനി പ്ലെയിൻ കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലമാണെങ്കിൽ അതിനെ കസ്റ്റംസ് എയർപോർട്ട് എന്ന് വിളിക്കും. അതൊരു സ്റ്റേഷനാണ്, അവിടെ കൊണ്ടുവന്ന് കുറേ നേരം നിർത്തിയിടണം. ഓർ ലാൻഡ് കസ്റ്റം സ്റ്റേഷൻ, അത് നമുക്കറിയാം, ബസ് അല്ലെങ്കിൽ ട്രെയിന് പോലെയുള്ള സ്റ്റേഷനാണെങ്കിൽ അതിനെ ലാൻഡ് കസ്റ്റം സ്റ്റേഷൻ എന്ന് പറയും. സോ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. കസ്റ്റം സ്റ്റേഷൻ മീൻസ് എനി കസ്റ്റംസ് പോർട്ട്, കസ്റ്റംസ് എയർപോർട്ട് ഓർ ലാൻഡ് കസ്റ്റം സ്റ്റേഷൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ഡ്യൂട്ടിയബിൾ ഗുഡ്സ്. ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഈ ഡെഫിനിഷനിലുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എങ്കിലും ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്പെഷ്യലായിട്ട് റെഫറൻസ് കൊടുത്ത് പഠിക്കണം. കാരണം അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിനോ 1 മാർക്കിനോ ചോദിച്ചിരിക്കും. ഡ്യൂട്ടിയബിൾ ഗുഡ്സ്. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 14 of the Customs Act, the term is defined to mean any goods which are chargeable to duty and on which duty has not been paid. അതായത് ഡ്യൂട്ടി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി പ്രകാരം ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഒരു ടാക്സ് എന്നാണ് അർത്ഥം. അപ്പം ഈ ഡ്യൂട്ടി ചാർജബിൾ ആയിട്ടുള്ള ഗുഡ്സ്, അതായത് ടാക്സ് അടയ്ക്കേണ്ട കുറച്ച് ഗുഡ്സാണ്, പക്ഷേ ഇതുവരെ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. സോ ഡ്യൂട്ടിയബിൾ, ഡ്യൂട്ടി കൊടുക്കേണ്ട ഗുഡ്സ്, ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഗുഡ്സ്, അത്രയേ ഉള്ളൂ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ എന്താണ്? ഇറ്റ് ഈസ് എനി ഗുഡ് വിച്ച് ആർ ചാർജബിൾ അല്ലെ വിച്ച് ഈസ് ചാർജബിൾ ടു ഡ്യൂട്ടി ആൻഡ് ഓൺ വിച്ച് ഡ്യൂട്ടി ഹാസ് നോട്ട് ബീൻ പെയ്ഡ്. ചാർജബിൾ ടു ഡ്യൂട്ടി, ടാക്സ് അടയ്ക്കേണ്ടതാണ് പക്ഷേ ഇതുവരെ ടാക്സ് അടച്ചിട്ടില്ല, അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, എക്സ്പോർട്ട്. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല. എക്സ്പോർട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എക്സ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക്, പുറത്തോട്ടുള്ളൊരു രാജ്യത്തേക്ക് ഒരു പ്രോഡക്റ്റിനെ കൊണ്ടുപോകുമ്പോൾ നമ്മളതിനെ എക്സ്പോർട്ട് എന്ന് വിളിക്കും. സോ എക്സ്പോർട്ട് ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 18 ഓഫ് ദ കസ്റ്റംസ് ആക്ട്, ദ ടേം എക്സ്പോർട്ട് മീൻസ് ടേക്കിംഗ് ഔട്ട് ഓഫ് ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഔട്ട്, പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ടേമാണ്. ദെൻ എക്സ്പോർട്ടഡ് ഗുഡ്സ്. ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ആക്ച്വലി ഡെഫിനിഷൻ കാണാതെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ടേംസാണ് എക്സ്പോർട്ടും അതുപോലെ എക്സ്പോർട്ടഡ് ഗുഡ്സും. സോ എക്സ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 19 ഓഫ് ദ കസ്റ്റംസ് ആക്ട്, the term exported goods means any goods which are to be taken out of India to a place outside India. So ഇന്ത്യയിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്ന ഏതൊരു ഗുഡിനെ നമുക്ക് എക്സ്പോർട്ടഡ് ഗുഡ്സ് എന്നും വിളിക്കാം. ദെൻ നെക്സ്റ്റ് വൺ, ഫോറിൻ ഗോയിങ് വെസൽ ഓർ എയർക്രാഫ്റ്റ്. അപ്പം ഇതും ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല, എങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഈ ഡെഫിനിഷൻസ് നിങ്ങൾ സെക്ഷൻ പ്രകാരം പഠിക്കുവാണെങ്കിൽ അത് അതുപോലെ കാണാതെ പഠിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മീനിങ് പോലെ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്കൊരു 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ആ ടേം പഠിച്ചു വെച്ചിരുന്നാൽ മതി. സോ ഫോറിൻ ഗോയിങ് വെസൽ ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 21 ഓഫ് ദ കസ്റ്റംസ് ആക്ട്, ദ ഫോറിൻ ഗോയിങ് വെസൽ ഓർ എയർക്രാഫ്റ്റ് മീൻസ് any vessel or aircraft for the time being
in the carriage of goods or passengers between any port or airport in India and any port or airport outside India, whether touching any intermediate port or airport in India or not. എന്തെങ്കിലും മനസ്സിലായോ? ഫോറിൻ ഗോയിങ് വെസൽ എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഒരു പോർട്ട് അല്ലെങ്കിൽ എയർപോർട്ട്. പോർട്ട് എന്ന് പറഞ്ഞാൽ വെസലിന് വേണ്ടി അല്ലെങ്കിൽ ഷിപ്പിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്ത് ഉള്ള ഒരു പോർട്ട് അല്ലെങ്കിൽ എയർപോർട്ട്, അതായത് പ്ലെയിൻ വഴിയാണ് പോകുന്നതെങ്കിൽ എയർപോർട്ട്, അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു പോർട്ടും അല്ലെങ്കിൽ എയർപോർട്ടിൽ കൂടെ പോകുന്ന ഒരു പർട്ടിക്കുലർ വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിനെയാണ് നമ്മൾ ഫോറിൻ ഗോയിങ് വെസൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫോറിൻ ഗോയിങ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. പേരിൽ തന്നെയുണ്ട്, ഫോറിൻ കൺട്രിയിൽ പോകുന്ന ഒരു ഷിപ്പ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിൽ പോകുന്ന ഒരു പ്ലെയിൻ, അതിനെയാണ് ഫോറിൻ ഗോയിങ് വെസൽ ഓർ ഫോറിൻ ഗോയിങ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നുള്ളൂ. ഫോറിൻ ഗോയിങ് വെസൽ എന്ന് പറഞ്ഞാൽ അതൊരു വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ആണ്. ആക്ച്വലി ആ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഷിപ്പ് ഇന്ത്യയിൽ നിന്നുള്ളൊരു പോർട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സ്റ്റേഷനിൽ നിന്നും മറ്റൊരു ഫോറിൻ കൺട്രിയിലെ ഒരു സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സോ ഇന്ത്യയിൽ നിന്ന് ഫോറിൻ കൺട്രിയിലേക്ക് പോകുന്ന ഒരു പർട്ടിക്കുലർ വെഹിക്കിൾ, അതിനെയാണ് നമ്മൾ ഫോറിൻ ഗോയിങ് വെസൽ ഓർ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർ ലാസ്റ്റ് ഒരു സെൻറ്റൻസും പറയുന്നുണ്ട്, വെദർ ടച്ചിങ് എനി ഇൻ്റർമീഡിയറ്റ് പോർട്ട് ഓർ എയർപോർട്ട് ഇൻ ഇന്ത്യ ഓർ നോട്ട്. അതായത് ഇന്ത്യക്കകത്ത് തന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് എവിടെയെങ്കിലും ടച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മളത് നോക്കുന്നില്ല. അതായത് ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്തെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഗുഡ്സ് കയറ്റി അയക്കുകയാണ് ചൈനയിലേക്ക്. സോ ചൈനയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പക്ഷേ ഈ പോകുന്ന പ്ലെയിന് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. സോ ഈ പോകുന്ന പ്ലെയിന് ഇടയ്ക്കൊന്ന് തമിഴ്നാട്ടിൽ വേണ്ട, ബാംഗ്ലൂരിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, അതുപോലെ ഡൽഹിയിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. കാരണം രണ്ടിടത്തുനിന്നും ഗുഡ്സ് കയറ്റാനുണ്ട്. സോ അത് ഈ ഇവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്ന് പോകുന്ന പ്ലെയിന് ബാംഗ്ലൂരിലും ഒന്ന് ഇറങ്ങുന്നുണ്ട്, അതുപോലെ വീണ്ടും കയറിയിട്ട് വീണ്ടും അത് ഡൽഹിയിലും ഇറങ്ങിയിട്ടാണ് അത് ചൈനയിൽ പോകുന്നത്. സോ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കുറച്ച് പ്ലേസിൽ ടച്ച് ചെയ്തിട്ടാണ് ചൈനയിൽ പോകുന്നത്. സോ അത് ടച്ച് ചെയ്താലും ശരി ടച്ച് ചെയ്തില്ലെങ്കിലും ശരി ഇന്ത്യക്കകത്തുനിന്ന് ചൈന വരെ പോയില്ലേ, ഇന്ത്യയിൽ നിന്ന് പുറത്തൊരു രാജ്യത്തേക്ക് പോയില്ലേ. സോ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു ഫോറിൻ ഗോയിങ് എയർക്രാഫ്റ്റ് എന്ന് വിളിക്കാം. അതൊരു പ്ലെയിൻ ആയതുകൊണ്ട് ഫോറിൻ ഗോയിങ് എയർക്രാഫ്റ്റ് എന്ന് വിളിക്കാം. അതുപോലെ ഷിപ്പും അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കകത്തുനിന്ന് ഫോറിൻ കൺട്രിയിലേക്ക്, അത് ഇന്ത്യയിൽ തന്നെ വേറൊരു സ്ഥലത്ത് ടച്ച് ചെയ്താണ് പോയെങ്കിൽ പോലും ടച്ച് ചെയ്തിട്ടല്ലെങ്കിലും ഓക്കെ, നമ്മളതിനെ ഫോറിൻ ഗോയിങ് എന്ന് തന്നെ വിളിക്കും. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ടേം ഗുഡ്സ്. ഇതും ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒന്നും പറയുന്നില്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ഓഫ് ദ കസ്റ്റംസ് ആക്ട്, ദ ടേം ഗുഡ്സ് ഇൻക്ലൂഡ്സ്. ഗുഡ്സിൻ്റെ അകത്ത് വരുന്ന ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വെസൽസ്, എയർക്രാഫ്റ്റ്സ് ആൻഡ് വെഹിക്കിൾസ്. അപ്പം നമ്മൾ കൺവെയൻസിൽ പഠിച്ച 3 ടേംസാണ് വെസലും എയർക്രാഫ്റ്റും വെഹിക്കിളും. സോ സെയിം 3 ടേമും ഗുഡ്സ് ആയിട്ടും വരാം. അതായത് നമുക്കിപ്പോൾ ഇന്ത്യക്കകത്ത് ഒരു ഷിപ്പ് നമ്മൾ പുറത്തെ രാജ്യത്ത് വിൽക്കാൻ പോകണം. സോ ഇവിടെ ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? കൺവെയൻസ് മാത്രമല്ല, അതൊരു ഗുഡുമായിട്ട് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ ഷിപ്പിനെ തന്നെ അങ്ങ് വിൽക്കാൻ പോവുകയാണെങ്കിൽ ഷിപ്പ് ഒരേ സമയം നമ്മൾ ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് കൺവെയൻസും ആവുന്നുണ്ട്, നമ്മളതിനെ വിൽക്കുന്നുണ്ട്, അതെന്തും ആവുന്നുണ്ട്, ഗുഡും ആവുന്നുണ്ട്. സോ ഗുഡ്സിൻ്റെ അകത്ത് എന്തൊക്കെ വരാം? ഒരു വെസൽ വരാം, എയർക്രാഫ്റ്റ് വരാം, വെഹിക്കിൾ വരാം. പിന്നെ സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ ചെറിയ മെറ്റീരിയൽസ്. ദെൻ ബാഗേജ് നിങ്ങൾക്കറിയാം, എയർപോർട്ടിൽ അതൊരു ട്രാവലറിൻ്റെ കൂടെ വരുന്ന അയാൾ കൊണ്ടുപോകുന്ന സാധനങ്ങളെയാണ് ബാഗേജ് എന്ന് വിളിക്കുന്നത്. സോ അതാകാം, അതിനെയും ഗുഡ്സ് എന്നാണ് വിളിക്കുന്നത്. ദെൻ കറൻസി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. കറൻസിയെ നമ്മൾ ഗുഡ്സ് എന്നാണ് മീൻ ചെയ്യുന്നത്, ഗുഡ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് എനി അതർ കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. അത് ആണ്, അതായത് എ വെസൽ, എയർക്രാഫ്റ്റ് ആൻഡ് വെഹിക്കിൾ, ബി സ്റ്റോഴ്സ്, സി ബാഗേജ്, ഡി കറൻസി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ആൻഡ് ഇ എനി അതർ കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഞാനിവിടെ 2 എന്നാണ് ഇട്ടത്, അത് തെറ്റിപ്പോയത്, നിങ്ങൾ ഇ എന്ന് തന്നെ വായിച്ചാൽ മതി. മൂവബിൾ ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് ഗുഡ്സ് എന്ന് വിളിക്കാം. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് വെസലും എയർക്രാഫ്റ്റും വെഹിക്കിളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും, സ്റ്റോഴ്സ് ഇൻക്ലൂഡ് ചെയ്യും, ബാഗേജും ഉൾപ്പെടുന്നുണ്ട്, കറൻസി വരെ നമ്മൾ ഗുഡായിട്ടാണ് എടുക്കുന്നത്. ദെൻ ഇമ്പോർട്ട് ഇപ്പം നമ്മൾ എക്സ്പോർട്ട് എന്താണെന്നറിയാം. എക്സ്പോർട്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, അത് ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുപോലെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി എഴുതാൻ പറ്റുന്ന ടേമാണ്. എന്താണ്? ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 23 ഓഫ് ദ കസ്റ്റംസ് ആക്ട്, ദ ടേം ഇമ്പോർട്ട് മീൻസ് ബ്രിങ്ങിങ് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ഇമ്പോർട്ട് എന്ന് പറയും.
അതുപോലെ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ ടേം ഇമ്പോർട്ടഡ് ഗുഡ്സ് മീൻസ് എനി ഗുഡ്സ് ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഗുഡ്സ് വിച്ച് ഹാവ് ബീൻ ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ. അതായത് നമുക്ക് ആ കിട്ടുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ കൺസംഷന് വേണ്ടി അത് യൂസ് ചെയ്യുവാണെങ്കിൽ, അതായത് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ പർട്ടിക്കുലർ ടൈമിൽ തന്നെ നമ്മൾ കൺസംഷന് യൂസ് ചെയ്താൽ പിന്നെ അതിനെ ഇമ്പോർട്ട് ചെയ്തു എന്ന് പറയില്ല. സോ ഹോം കൺസംഷൻ ആവാൻ പാടില്ല. അതായത് കിട്ടുമ്പോൾ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുവാണ്. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ ഉദാഹരണം പറയാണ്. ഇപ്പം ഒരുപാട് ആപ്സ്, ഷോപ്പിംഗ് ആപ്സ് നമുക്കുണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഷോപ്പിംഗ് ആപ്സ് പോലെ തന്നെ വേറെ കുറേ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കുറേ ഷോപ്പിംഗ് ആപ്സ് ഉണ്ട്. സോ ഈ ആപ്സിൽ നിന്ന് നമ്മളൊരു സാധനം മേടിക്കുമ്പം ഫോറിൻ കൺട്രിയിൽ നിന്നായിരിക്കും നമ്മൾ മേടിക്കുന്നത്. സോ ഇത് നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സായിട്ടായിരിക്കും മേടിക്കുന്നത്. സോ അത് മേടിച്ച് കഴിഞ്ഞ് ഓൺ ദി സ്പോട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളത് മേടിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും വിൽക്കുന്നില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. വീണ്ടും വിൽക്കുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളതിനെ സാധാ ഗുഡ്സ് ആയിട്ട് തന്നെ എടുക്കുകയുള്ളൂ. നമ്മൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് എപ്പോഴാണ് പറയുന്നത്? നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം വിൽപ്പന നടന്നാൽ മാത്രമേ നമ്മളതിനെ ഇമ്പോർട്ടഡ് എന്ന് പറയുള്ളൂ. സോ ദ ടേം ഇമ്പോർട്ടഡ് ഗുഡ്സ് മീൻസ് എനി ഗുഡ്സ് ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഗുഡ്സ് വിച്ച് ഹാവ് ബീൻ ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ. മേടിച്ച ആ പർപ്പസ്, അത് മേടിക്കുമ്പോൾ തന്നെ നമ്മളത് ഹോം അല്ലെങ്കിൽ നമ്മുടെ കൺസംഷന് വേണ്ടി നമ്മൾ കസ്റ്റമറായിട്ട് ഓൾറെഡി മേടിക്കുകയാണെങ്കിൽ അതിനെ ഇമ്പോർട്ട് എന്ന് വിളിക്കില്ല. നമ്മൾ സെയിൽസ് നടന്നാൽ മാത്രമേ അതിന് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുള്ളൂ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് വരും. ഒരിക്കലും നമ്മൾ എന്താ പറയുക, വിൽപ്പന നടന്നാൽ വീണ്ടും നമ്മൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിന് ഈ വിൽപ്പന നടത്തിയാൽ മാത്രമേ നമ്മളതിനെ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ദെൻ സ്റ്റോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്റ്റോഴ്സ് മീൻസ്, ഇതും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയത്തില്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. സ്റ്റോഴ്സ് മീൻസ് ഗുഡ്സ് ഫോർ യൂസ് ഇൻ എ വെസൽ or aircraft and includes fuel and spare parts and other articles of equipment whether or not for immediate fitting. നമ്മൾ സ്റ്റോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞു ഗുഡ്സിൻ്റെ അകത്ത് സ്റ്റോഴ്സും വരും, പക്ഷേ സ്റ്റോഴ്സിന് വേറൊരു മീനിങ്, ഒരു പ്രത്യേക ഡെഫിനിഷൻ പറയുന്നുണ്ട്. സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഗുഡ്സ് തന്നെയാണ്, പക്ഷേ ഈ പർട്ടിക്കുലർ ഗുഡ്, അതായത് വിൽക്കാൻ കൊണ്ടുപോകാത്ത ഗുഡാണ് ആക്ച്വലി. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഷിപ്പിലാണ് പോകുന്നതെങ്കിൽ ഷിപ്പിൻ്റെ അകത്ത് എന്ത് വേണം? അതിൻ്റെ അകത്ത് അടിക്കാൻ ഫ്യൂവൽ വേണം. അല്ലെങ്കിൽ എയർക്രാഫ്റ്റിനാണെങ്കിൽ അതിനും ഫ്യൂവൽ വേണം. ഇപ്പോൾ വെഹിക്കിളിനാണെങ്കിലും ശരി, എന്ത് വേണം? ഫ്യൂവൽ വേണം. അപ്പം ആ ഫ്യൂവൽ അല്ലെങ്കിൽ അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും, ഇപ്പം വെഹിക്കിളിന് ഓയിലും വേണമല്ലോ, എൻജിൻ ഓയിലും വേണം. സോ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ വെഹിക്കിളിൽ തന്നെ യൂസ് ചെയ്യപ്പെടുന്ന കുറച്ച് പ്രോഡക്ട്സ്, അതിനെയാണ് നമ്മൾ സ്റ്റോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളത് വിൽക്കുന്നില്ല, നമ്മുടെ കൺവെയൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ സാധനത്തിൻ്റെ അകത്ത് തന്നെ യൂസ് ചെയ്യുന്ന കുറേ മെറ്റീരിയൽസ്, അതിനെയാണ് സ്റ്റോർ എന്ന് പറയുന്നത്. ഇത് വെദർ ഓർ നോട്ട് ഇമ്മീഡിയറ്റ് ഫിറ്റിംഗ്, നമ്മൾ ഓൺ ദ സ്പോട്ട്, അതായത് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ യൂസ് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ 5-6 വർഷം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ആ എൻജിൻ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ അതിനെ നമ്മൾ സ്റ്റോർ എന്ന് തന്നെ വിളിക്കും. ദെൻ പേഴ്സൺ ഇൻ ചാർജ്, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇത് ഉറപ്പായിട്ടും ചോദിക്കും. പേഴ്സൺ ഇൻ ചാർജ്, ഓക്കെ, ഇത് സെക്ഷന് നിങ്ങൾ ഓർത്ത് വെക്കുക. പേഴ്സൺ ഇൻ ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മുടെ കൺവെയൻസിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെ കൺവെയൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു വെസൽ, ഒരു ഷിപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്, എയ്റോപ്ലെയിൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലാൻഡിൽ കൂടെ പോകുന്ന വെഹിക്കിൾ ഉണ്ടാവും. സോ ഈ 3 കൺവെയൻസിൻ്റെയും ചാർജ്, അല്ലെങ്കിൽ അത് ഓടിക്കുന്ന വ്യക്തി, ആ ഡ്രൈവറിനെയാണ് നമ്മൾ പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറയുന്നത്. സോ പേഴ്സൺ ഇൻ ചാർജ് മീൻസ് ഫോർ വെസൽ, ഒരു ഷിപ്പാണെങ്കിൽ അതിൻ്റെ പേഴ്സൺ ഇൻ ചാർജ് ആരായിരിക്കും? മാസ്റ്റർ ആയിരിക്കും. അതായത് അത് ആ ഒരു പർട്ടിക്കുലർ ഷിപ്പ് ഓടിക്കുന്ന ആൾ, അയാളെ നമ്മൾ മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഫോർ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ച് എയ്റോപ്ലെയിൻ ഓടിക്കുന്ന ആളെ നമ്മൾ കമാൻഡർ ഓർ പൈലറ്റ് ഇൻ ചാർജ് എന്നാണ് വിളിക്കുന്നത്. അല്ലാതെ ഡ്രൈവർ എന്ന് വിളിച്ച് കളയില്ല. നമ്മൾ പ്ലെയിൻ അത് ഓടിക്കുന്ന, അല്ലെങ്കിൽ ആ പ്ലെയിൻ കൊണ്ടുപോകുന്ന ആളിനെ നമ്മൾ, അതിൻ്റെ ചാർജായിട്ട് വരുന്ന ആളെ നമ്മൾ കമാൻഡർ ഓർ പൈലറ്റ് ഇൻ ചാർജ് എന്നാണ് പറയുന്നത്. ദെൻ ഫോർ ട്രെയിനിനാണെങ്കിൽ ട്രെയിനിൻ്റെ മെയിൻ ആയിട്ടുള്ള ആളെ നമ്മൾ കണ്ടക്ടർ ഓർ ഗാർഡ് എന്നാണ് വിളിക്കുന്നത്. ദെൻ ഫോർ വെഹിക്കിൾ, ഡ്രൈവർ എന്നാണ്. വെഹിക്കിൾ നിങ്ങൾക്കറിയാം, വെഹിക്കിൾ ഓടിക്കുന്ന ആളെ നമ്മൾ ഡ്രൈവർ എന്നാണ് വിളിക്കുന്നത്. സോ അപ്പോൾ മേളിൽ പറഞ്ഞ ഓരോ സംഭവത്തിനെ ഓടിക്കുന്ന ആൾ, അല്ലെങ്കിൽ അതിൻ്റെ ചാർജ് എന്ന് പറയുന്ന ആളെ വിളിക്കുന്ന ഓരോ പേരാണ്. ഇപ്പോൾ വെസൽ അല്ലെങ്കിൽ ഒരു ഷിപ്പിനെ സംബന്ധിച്ച് ഡ്രൈവർ എന്ന് നമ്മൾ പറയത്തില്ല, മാസ്റ്റർ എന്നേ പറയൂ. അതുപോലെ എയർക്രാഫ്റ്റിന് ഒരു
കമാൻഡർ അല്ലെങ്കിൽ പൈലറ്റ് ഇൻ ചാർജ് എന്നേ പറയൂ. ട്രെയിനിനെ സംബന്ധിച്ച് അത് കണ്ടക്ടർ ഓർ ഗാർഡ് എന്ന് പറയും. വെഹിക്കിളിനാണ് ഡ്രൈവർ എന്ന് പറയും. ഇനി ഫോർ എനി അതർ കൺവെയൻസ് പേഴ്സൺ ഇൻ ചാർജ് എന്നങ്ങ് വിളിക്കും. ഇനി ഇത് കൂടാതെ എന്തൊരു കൺവെയൻസ് ഉണ്ടെങ്കിലും, അത് പുതിയതായിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ പുതിയ സ്പെഷ്യലായിട്ടുള്ള കൺവെയൻസ് ഉണ്ടെങ്കിൽ അത് ഓടിക്കുന്ന വ്യക്തിയെ നമ്മൾ ഡ്രൈവർ എന്നൊന്നും വിളിക്കില്ല, പേഴ്സൺ ഇൻ ചാർജ് എന്നങ്ങ് വിളിക്കും. സോ ഈ ഡെഫിനിഷൻ മസ്റ്റായിട്ട് പഠിക്കണം. പേഴ്സൺ ഇൻ ചാർജ് മീൻസ് എന്ന് പറഞ്ഞിട്ട് ഫോർ വെസലിന് ആരാണ്? മാസ്റ്റർ. ദെൻ ഫോർ എയർക്രാഫ്റ്റ് കമാൻഡർ ഓർ പൈലറ്റ് ഇൻ ചാർജ്. ഫോർ ട്രെയിൻ കണ്ടക്ടർ ഓർ ഗാർഡ്. ഫോർ വെഹിക്കിൾ ഡ്രൈവർ. ആൻഡ് ഫോർ അതർ കൺവെയൻസ് പേഴ്സൺ ഇൻ ചാർജ്. ഇത് മസ്റ്റായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ഓർ ഇമ്പോർട്ട് റിപ്പോർട്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന് അല്ലെങ്കിൽ ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കില്ല, 2 മാർക്കിന് എന്തായാലും ചോദിച്ചിരിക്കും. ഇമ്പോർട്ട് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് വെച്ചാൽ ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 24 ഓഫ് ദ കസ്റ്റംസ് ആക്ട് 1962, ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് എ വെഹിക്കിൾ carrying imported goods or any other person as may be notified by the central government shall, in the case of a vehicle, deliver to the proper officer an import report within 12 hours after its arrival in the customs station in the prescribed form. എന്തെങ്കിലും മനസ്സിലായോ? ഇമ്പോർട്ട് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് വെച്ചാൽ പേരിലുണ്ട്, ഒരു റിപ്പോർട്ടാണ്, അതായത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടതാണ്. അത്രയും മനസ്സിലാവുമല്ലോ. ഈ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. ഇമ്പോർട്ട് ചെയ്യുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? പുറത്തെ ഒരു രാജ്യത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് എന്തെങ്കിലും ഗുഡ്സ് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ പാസഞ്ചേഴ്സും ആകാം. ഇപ്പം എയറോപ്ലെയിന് നമ്മൾ ഫോറിൻ കൺട്രിയിൽ നിന്ന് പ്ലെയിൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മളവിടെ പാസഞ്ചേഴ്സിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പം ഗുഡ്സ് നമ്മൾ ഈ പറയുന്ന എല്ലാം കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗുഡ്സിന് മാത്രമല്ല പാസഞ്ചേഴ്സിനും ബാധകമാണ്. സോ പാസഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ബാഗേജ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത മൊഡ്യൂൾ പഠിക്കാനുണ്ട്. എനിവേ നമുക്കതൊരു പാസഞ്ചറിനെ കൊണ്ടുവരുന്നതും ആകാം, അല്ലെങ്കിൽ ഗുഡ്സിനെയോ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാകാം. ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഇതിൻ്റെ പേഴ്സൺ ഇൻ ചാർജ്, നമുക്കറിയാം പ്ലെയിനിലാണ് വരുന്നതെങ്കിൽ ആരായിരിക്കും? അതിൻ്റെ കമാൻഡർ അല്ലെങ്കിൽ പൈലറ്റ് ഇൻ ചാർജ്. ആ ചാർജിലുള്ള വ്യക്തി ഒരു റിപ്പോർട്ട് ഇവിടുത്തെ കസ്റ്റംസ് അതോറിറ്റിക്ക് കൊടുക്കണം. ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്, എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗുഡ്സിൻ്റെ അകത്തുള്ളത്, അതിൻ്റെ പ്രൈസ്, അതുപോലെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ റിപ്പോർട്ടിൻ്റെ അകത്തുണ്ടാവും. ഈ റിപ്പോർട്ട് കൊടുക്കണം. എവിടെ കൊടുക്കണം? കസ്റ്റംസ് അതോറിറ്റിക്ക് കൊടുക്കണം. അപ്പോൾ ഈ കസ്റ്റംസ് അതോറിറ്റി അത് വായിച്ച് അവർക്ക് അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അവിടെ നിന്ന് നമുക്ക് ഇന്ത്യയിലേക്ക് അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഇതിനെയാണ് നമ്മൾ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റംസ് അതോറിറ്റിക്ക് പേഴ്സൺ ഇൻ ചാർജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് വെഹിക്കിളിൻ്റെ കേസിൽ ഡ്രൈവർ ആയിരിക്കുമല്ലോ അതിൻ്റെ പേഴ്സൺ ഇൻ ചാർജ്. വെഹിക്കിളിൻ്റെ കേസിൽ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് വിളിക്കും. അതേസമയം വെസലും എയർക്രാഫ്റ്റും, വെസലിൻ്റെ പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറയുമ്പം അതിൻ്റെ മാസ്റ്റർ ആയിരിക്കും. എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പം കമാൻഡർ അല്ലെങ്കിൽ പൈലറ്റ് ഇൻ ചാർജ് ആയിരിക്കും. സോ വെസലിൻ്റെ കേസിലും അതുപോലെ എയർക്രാഫ്റ്റിൻ്റെ കേസിലും കൊടുക്കുന്ന റിപ്പോർട്ടിനെ ഇമ്പോർട്ട് റിപ്പോർട്ട് എന്നല്ല വിളിക്കുന്നത്, അതിനെ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് എന്ന് വിളിക്കും. സോ രണ്ട് സംഭവം സെയിം ആണ്. രണ്ടും സ്റ്റേറ്റ്മെൻ്റ് ആണ്. പേഴ്സൺ ഇൻ ചാർജ് കസ്റ്റംസ് അതോറിറ്റിക്ക് കൊടുക്കേണ്ട ഒരു റിപ്പോർട്ട് തന്നെയാണ്. അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഗുഡ്സ് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പാസഞ്ചർ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. അത് വെഹിക്കിളിലാണ് വരുന്നതെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയും. അതേസമയം ഷിപ്പും പ്ലെയിനും ആണെങ്കിൽ കൊടുക്കുന്ന റിപ്പോർട്ടിനെ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ എക്സ്പോർട്ട് ടൈമിലും എന്ത് കൊടുക്കണം? ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സമയത്ത്, അങ്ങോട്ടും ഇന്ത്യക്ക് പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ കസ്റ്റംസ് അതോറിറ്റിക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. സോ എക്സ്പോർട്ട് മാനിഫെസ്റ്റോ ഓർ എക്സ്പോർട്ട് റിപ്പോർട്ട് അതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് പെർ സെക്ഷൻ 41 ഓഫ് ദ കസ്റ്റംസ് ആക്ട് 1962, ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് എ കൺവെയൻസ് carrying export goods shall, before departure of the conveyance from a customs station, deliver to the proper officer, in the case of a vessel or aircraft, an export manifest, and in the case of a vehicle, an export report in the prescribed form. So export ചെയ്യുന്ന സമയത്തും
ബിഫോർ ഡിപ്പാർച്ചർ, ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് കസ്റ്റംസ് അതോറിറ്റിയിൽ എന്ത് കൊടുക്കണം? ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഗുഡ്സ് അല്ലെങ്കിൽ പാസഞ്ചറിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അത് വെഹിക്കിളിൻ്റെ കേസിലാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്പോർട്ട് റിപ്പോർട്ട് എന്ന് വിളിക്കും. അതേസമയം വെസലും എയർക്രാഫ്റ്റും ഇത് രണ്ടിൻ്റെയും കേസിൽ നമ്മളതിനെ എക്സ്പോർട്ട് മാനിഫെസ്റ്റ് എന്ന് വിളിക്കും. ദെൻ ഡൊമസ്റ്റിക് താരിഫ് ഏരിയ. സോ ഡൊമസ്റ്റിക് താരിഫ് ഏരിയ എന്ന് പറയുമ്പം അതിനൊരു സെക്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനെ പറയുന്നുള്ളൂ. ഇറ്റ് മീൻസ് ഡൊമസ്റ്റിക് താരിഫ് ഏരിയ മീൻസ് ദ ഹോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആൻഡ് കോണ്ടിനെൻ്റൽ ഷെൽഫ്. അത് നിങ്ങൾ നോക്കണമെന്നില്ല. ഇറ്റ് മീൻസ് ദ ഹോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ മൊത്തം ഏരിയ തന്നെയാണ്. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഏരിയാസ് ഓഫ് ദ സ്പെഷ്യൽ എക്കണോമിക് സോൺ, 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്, ഇലക്ട്രോണിക് ഹാർഡ്വെയർ ടെക്നോളജി പാർക്ക്, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് എക്സെട്ര. സോ ഡൊമസ്റ്റിക് താരിഫ് ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തെ മുഴുവൻ ഏരിയ, പക്ഷേ സ്പെഷ്യൽ എക്കണോമിക് സോൺ പോലെയുള്ള സോൺസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. അങ്ങനെ പഠിച്ചാൽ മതി. ഇതിന് പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഒന്നുമില്ല. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന മീനിങ്ങിൽ എഴുതിയാൽ മതി. ഡൊമസ്റ്റിക് താരിഫ് ഏരിയ മീൻസ് ഇറ്റ് ഈസ് ദ ഹോൾ ഏരിയ ഇൻ ഇന്ത്യ ബട്ട് എക്സ്ക്ലൂഡിങ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. നൗ ലാസ്റ്റ് വൺ, പ്രൊഹിബിറ്റഡ് ഗുഡ്സ്. പ്രൊഹിബിറ്റഡ് ഗുഡ്സും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. Prohibited goods means any goods, the import or export of which is subject to any prohibition under this act or any other law for the time being in force. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ കസ്റ്റംസിൻ്റെ ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ട് പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡാണെങ്കിൽ അതിനെ പ്രൊഹിബിറ്റഡ് ഗുഡ്സ് എന്ന് പറയും. അതായത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. പ്രൊഹിബിറ്റ് എന്ന് വെച്ചാൽ പാടില്ല, കൊണ്ടുവരാൻ പാടില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും വിലക്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ പ്രൊഹിബിറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. സോ അത് ഈ ആക്ട് പ്രകാരവുമാകാം അല്ലെങ്കിൽ വേറെ ഏതൊരു ആക്ട് പ്രകാരവുമാകാം. സോ ഒരു പർട്ടിക്കുലർ ടൈമിൽ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ, റെസ്ട്രിക്ഷൻ എന്നല്ല ആക്ച്വലി, അത് പ്രൊഹിബിറ്റ് ചെയ്യാമെന്ന് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ടേം. അതായത് അതിനെ ട്രേഡ് ചെയ്യാൻ പാടില്ല, പുറത്തേക്കോ അകത്തേക്കോ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഗുഡിനെയാണ് പ്രൊഹിബിറ്റഡ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടേംസ് നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പം തന്നെ അതിരുന്ന് കാണാതെ പഠിക്കുക. ലൈക്ക് സെക്ഷൻസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് പഠിക്കണം. കഴിയുമെങ്കിൽ ഈ 19 ടേംസിൻ്റെ മീനിങ് പഠിക്കുക, അല്ലെങ്കിൽ ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ടേംസിൻ്റെയൊക്കെ മീനിങ് പഠിക്കുക. സോ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനായിട്ട് കാണും. സോ എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.